മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തെ നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തിനുമായിട്ട് ഈശോ നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് 9-ാമത്തെ അധ്യായത്തിന്റെ 37 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ അരികിലേക്ക് പിശാചി ബാധിതനായ തന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പിതാവ് കടന്നു വരികയാണ്. ഈശോയുടെ ശിഷ്യന്മാര് ആ കുഞ്ഞിൽ നിന്ന് പിശാചിനെ പുറത്താക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈശോയോട് ഈ പിതാവ് പറയുകയാണ്. ഉടനെ തന്നെ ഈശോ അവരെ ശകാരിച്ചുകൊണ്ട് പറയുക, വിശ്വാസമില്ലാത്ത ഈ തലമുറയെ എന്ന്. പ്രിയപ്പെട്ടവരെ, നോമ്പിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു കാര്യം നല്ല വിശ്വാസമാണ്. ദൈവം സമീപസ്ഥനാണെന്നുള്ള വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഉണ്ടായിരിക്കണം. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ദൈവം അകലങ്ങളിൽ എവിടെയോ ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, മനുഷ്യനോട് കൂടെ ആയിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവമെന്ന്. ഈശോയുടെ ജനനം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊന്നുമല്ല. ഈശോ ഇമ്മാനുവേൽ, അവൻ അരികിലുള്ളവനാ, കൂടെയുള്ളവനാ. നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാണുന്നത് എങ്ങനെയാ? ദൈവം അകലങ്ങളിൽ എവിടെയോ ഇരിക്കുന്നവൻ, ഏതോ ഒരു ശക്തി, അതിന്റെ അപ്പുറത്ത് ദൈവം എന്റെ കൂടെയുള്ളവനാണ്, ദൈവം എന്റെ ഉള്ളിലുള്ളവനാണ്, ദൈവം എന്റെ അരികിലുള്ളവനാണ് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിലും മുകളിലുള്ളവനാണ് നമ്മുടെ ദൈവം എന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തരും ഉണ്ടായിരിക്കേണ്ട വിശ്വാസം ഈ ഒരു വിശ്വാസമാണ്. ദൈവം അരികിലുള്ളവനാണ് എന്നുള്ള വിശ്വാസം. പിശാചു ബാധിതനായ ആ ബാലന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് ഇറങ്ങി വരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മുടെ പ്രശ്നങ്ങളില് ദൈവം ഇറങ്ങി വരുമെന്നും നമ്മുടെ പ്രതിസന്ധികളുടെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്നും അതിന്റെ മേലെ അധികാരമുള്ള കർത്താവ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എടുത്തു മാറ്റുമെന്നുമുള്ള ആഴമായ ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ രൂപപ്പെടുത്തണം. യേശയ്യാ 65:24 നമ്മൾ വായിക്കുന്നില്ലേ? നിങ്ങൾ വിളിക്കും മുമ്പേ നിങ്ങൾക്ക് ഞാൻ ഉത്തരമരുളും, നിങ്ങൾ പ്രാർത്ഥിച്ചതിന് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. ഇതാണ് ദൈവം. നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉത്തരമരുളുകയും പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് അതിനെ കേൾക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള വിശ്വാസം ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്കുണ്ടായിരിക്കട്ടെ. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ ദിവസം മുഴുവനും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ ഉപദ്രവങ്ങളും പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളും ഈ ദിവ്യകാരുണ്യത്താൽ ഇവരിൽ നിന്ന് ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് അധ്വാന മേഖലകളിൽ നിന്ന് ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.